എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യോനയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. യോന 1-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അമിത്തായിയുടെ മകനായ യോന. യോനയുടെ 4 ഓട്ടമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. നമ്മളെ ഓടുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. നമുക്കൊരു ഓട്ടമുണ്ട്. പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നവരാണ് നമ്മൾ. അപ്പം ഓട്ടം തൻ്റെ പാതയിൽ എങ്ങനെ ഓടണം എന്ന് യോനയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി. യോനയുടെ 4 ഓട്ടങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. 1-ാം വാക്യം, അമിത്തായിയുടെ മകനായ യോന. അമിത്തായി എന്ന വാക്കിന്റെ അർത്ഥം വിശ്വസ്തൻ എന്നാണ്. വിശ്വസ്തൻ. യോന എന്ന വാക്കിന്റെ അർത്ഥം പ്രാവ്. പ്രാവ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കൻ. യേശു പറഞ്ഞു, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമിത്തായിയുടെ പേരിന്റെ അർത്ഥം വിശ്വസ്തൻ എന്നാണെങ്കിൽ, അമിത്തായിയുടെ മകന്റെ പേര് നിഷ്കളങ്കൻ എന്നാണ്. 1-ാമത് വേദപുസ്തകം, യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് തരുന്ന 1-ാമത്തെ ചിന്ത ഏതാണ്? വിശ്വസ്തന്റെ മക്കൾ നിഷ്കളങ്കരായിരിക്കും. ഇവിടെ നാം പറയാറുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മൾ പറയാറുണ്ട്, ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു, ദൈവം എനിക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം വിശ്വസ്തനാണെങ്കിൽ ദൈവത്തിന്റെ മക്കൾ നിഷ്കളങ്കരായിരിക്കണം. ദൈവത്തിന്റെ മക്കൾ നിഷ്കളങ്കര് ആയിരിക്കണം. ദൈവം നമ്മെ വിളിച്ചത് എന്തിനാ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അവൻ നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാ? ദൈവം നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരായിരിക്കണം എന്നുള്ളതാണ്. ലോകസ്ഥാപനത്തിനു മുൻപേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അതിന്റെ അർത്ഥം എത്ര ആഴമുള്ളതാണെന്നറിയാമോ? അപ്പൊ ഉലക സ്ഥാപനത്തിനു മുൻപേ നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, എന്തിനാണ്? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. കാരണം നമ്മുടെ ദൈവം, നമ്മുടെ പിതാവായ ദൈവം വിശ്വസ്തനായതുകൊണ്ട്, ദൈവം വിശ്വസ്തനായതുകൊണ്ട് വിശ്വസ്തന്റെ മക്കൾ ആരായിരിക്കണം? നിഷ്കളങ്കരായിരിക്കണം. അപ്പൊ യോന എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, നിഷ്കളങ്കനാണ്. ലോകത്ത് നമുക്ക് പല മുഖങ്ങൾ കാണിക്കാൻ കഴിയും. സഭയിലൊരു മുഖം, വീട്ടിൽ വേറൊരു മുഖം, സമൂഹത്തിൽ മറ്റൊരു മുഖം, ഇതൊക്കെ കാണിക്കാൻ കഴിയും. എന്നാൽ വിശ്വാസികൾ അങ്ങനെ വഴുതി മാറുവാൻ പാടില്ല. അവർ നിഷ്കളങ്കരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ 22-ാം അധ്യായം വായിക്കുമ്പോഴേക്കും അവിടെ പറയുന്നത് അങ്ങനെയാണ്: അനീതിയുള്ളവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ ഒന്നാമത്തവനും ഒടുക്കത്തവനുമാകുന്നു, ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട് എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് 1-ാമത് യോനയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, വിശ്വസ്തനായ ദൈവത്തിന്റെ മക്കൾ നിഷ്കളങ്കരായിരിക്കണം. നമുക്കിനി യോനയുടെ വിഷയത്തിലേക്ക് വരാം. യോനയെ ഇങ്ങനെ ഈ പുസ്തകം പഠിച്ചാൽ ഒരുപാട് ആത്മീയ സത്യങ്ങൾ ഇതിനകത്ത് ഓരോ വാക്യങ്ങളിലും പഠിക്കാനുണ്ട്. എന്നാൽ നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിച്ചത് ഇതാണ്: യോനയുടെ 4 ഓട്ടം. അതിൽ 1-ാമത്തെ ഓട്ടം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യോന 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചാൽ, എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഹോവയിലേക്ക് ചെന്നു.
തർശിശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. കൂലി കൊടുത്തു യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശിശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. യോന യഹോവയുടെ പ്രവാചകനാണ്. ദൈവം നിനവയിലേക്ക് യോനയോട് പോകുവാനായിട്ട് പറഞ്ഞു. നിനവയിലുള്ള ജനങ്ങൾ അവരോട് സുവിശേഷം അറിയിക്കുവാനും അവരോട് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുവാനും യോന പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ച് അയക്കുകയാണ്. എന്നാൽ യോന അവിടേക്ക് പോകാതെ എങ്ങോട്ട് പോയി? യഹോവയുടെ സന്നിധി വിട്ട് ഓടിപ്പോയി, തർശീസിലേക്ക് പോയി. അപ്പൊ ഒന്നാമത്തെ യോനയുടെ ഓട്ടം ദൈവത്തെ വിട്ട് ഓടി. ഈ യോന താമസിച്ചത്, രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, യോന ഒരു ഉയർന്ന പർവ്വതത്തിലാണ് താമസിച്ചത്. യോന അവിടെ നിന്ന് ദൈവത്തെ വിട്ട് താഴ്വരയിലേക്ക് ഓടി. തർസീസ് എന്ന് പറയുന്നത് ഒരു സമതല പ്രദേശമാണ്, അവിടേക്ക് ഓടി. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ, യോനയുടെ ദൈവത്തെ വിട്ടുള്ള ഓട്ടം പടിയായി ആണ് സംഭവിച്ചത്. പെട്ടെന്ന് ദൈവത്തെ വിട്ട് ഓടുകയല്ല, പടിപടിയായി ദൈവത്തെ വിട്ട് ഓടുകയാണ്. അപ്പൊ യോന ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴെ സമതലത്തിലേക്ക് വന്നു. സമതലത്തിലേക്ക് വന്ന അവൻ അവിടെ നിന്ന് അടുത്ത തുറമുഖത്തിലേക്ക് വീണ്ടും താഴേക്ക് പോവുകയാണ്. തുറമുഖത്തിലേക്ക് താഴേക്ക് ചെന്നു. ആ തുറമുഖത്തിൽ നിന്ന് യോന അവിടെ നിന്നും താഴേക്ക് കപ്പലിലേക്ക് കയറുകയാണ്. 5-ാം വാക്യം വായിച്ചേ. കപ്പൽക്കാർ ഭയപ്പെട്ടു ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്നു, നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. അപ്പൊ യോന ഇപ്പൊ എവിടെയാ? കപ്പലിൽ നിന്ന് എവിടെ ചെന്നു? കപ്പലിന്റെ വീണ്ടും താഴേക്ക് പോകുകയാണ്. വീണ്ടും താഴേക്ക് പോവുകയാണ്. 7-ാം വാക്യം വായിച്ചേ. യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. ഇപ്പൊ എവിടെ ചെന്നു? മത്സ്യത്തിന്റെ വയറ്റിൽ ചെന്നു. 7-ാം വാക്യത്തിൽ ചെന്നു. അപ്പൊ വീണ്ടും താഴേക്ക് പോവുകയാണ്. ഈ മത്സ്യം അവനെയും കൊണ്ട് വീണ്ടും കടലിന്റെ അടിയിലേക്ക് പോയി. അവിടെ കിടന്നുകൊണ്ടാണ് അവൻ അയ്യം വിളിക്കുന്നത്. ഞാൻ പാതാളത്തിൽ കിടന്നുകൊണ്ട് ഞാൻ യഹോവയോട് അയ്യം വിളിച്ചു എന്ന് പറയുന്ന അവിടെയാണ്. അപ്പം ദൈവത്തെ വിട്ട് ഓടുന്ന ഒരു മനുഷ്യൻ അവൻ പടിപടിയായിട്ടാണ് താഴേക്ക് പോകുന്നത്. അവൻ പർവ്വതത്തിൽ നിന്ന് സമതലത്തിലേക്ക് വന്നവൻ സമതലത്തിൽ തുറമുഖത്തേക്ക് പോയി. തുറമുഖത്തിൽ നിന്ന് അവൻ വീണ്ടും താഴേക്ക് കപ്പലിൽ കയറി. അവിടെ നിന്ന് പിന്നെയും താഴേക്ക് അടിത്തട്ടിലേക്ക് പോവുകയാണ്. ആ കപ്പലിന്റെ അടിത്തട്ടിൽ നിന്ന് വീണ്ടും പിന്നെയും അവൻ താഴേക്ക് പോവുകയാണ്, മത്സ്യത്തിന്റെ വയറ്റിലേക്ക്. അവിടെ നിന്ന് മത്സ്യം അവനെയും കൊണ്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് വീണ്ടും താഴേക്ക് പോവുകയാണ്. ദൈവത്തെ വിട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ യോനയുടെ അനുസരണക്കേടിന്റെ ഫലം, അവൻ പടിപടിയായി അവൻ ദൈവത്തെ വിട്ട് താഴേക്ക് പോയി. ഒന്ന്, യോന ദൈവത്തെ വിട്ട് ഓടി. നമ്മളെ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാ? നാം ദൈവത്തോട് ചേർന്നാണോ ഇരിക്കുന്നത്, ജീവിക്കും? അതോ ദൈവത്തെ വിട്ട് ഓടുന്ന പാതയിലാണോ നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ദൈവവചന ധ്യാനം, നമ്മുടെ ആരാധന, ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു? തീർച്ചയായിട്ടും ദൈവത്തെ വിട്ടോടിയെങ്കിൽ നമ്മുടെ പാത, ആ ഓട്ടം തെറ്റാണ് എന്ന് യോന നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. ഈ യോനയുടെ അനുസരണക്കേടിന്റെ ഫലമാണ്. നിങ്ങൾ വേദപുസ്തകം വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. യോന ചെന്ന കപ്പലിൽ കപ്പലിന് ഭാരമായി തീർന്നു. യോന പിന്നെ ആർക്കൊക്കെ ഭാരമായി? കപ്പലിന് ഭാരം, കൂടെ ഉള്ളവർക്ക് ഭാരം. അവനെ എടുത്ത് തിമിംഗലത്തിന്റെ വയറ്റിൽ ഇട്ടുകൊടുത്തു, തിമിംഗലത്തിന് ഭാരം. അപ്പൊ യോന ദൈവത്തോടുള്ള അനുസരണക്കേടിന്റെ ഫലം അനേകർക്ക് ഭാരമായി തീർന്നു. ദൈവത്തെ വിട്ട് ഓടിയാൽ നമ്മൾ അതിനെ പലർക്കും ഭാരമായി. നാം നമ്മുടെ കുടുംബത്തിന് ഭാരമാകരുത്, സമൂഹത്തിന് ഭാരമാകരുത്, സഭയ്ക്ക് ഭാരമാകരുത്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ വിട്ട് ഒരു അടി പോലും പുറകോട്ട് പോകുവാനായിട്ട് പാടില്ല എന്ന് യോന നമ്മെ പഠിപ്പിക്കാം. നിങ്ങൾ അതിന്റെ 8-ാം വാക്യം വായിച്ചേ. 8-ാം വാക്യം. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, യോന ദൈവത്തിന്റെ പ്രവാചകനാ, അവൻ ദൈവ പൈതലാ.
യഹോവയെ വിശ്വസിക്കുന്ന അവൻ വിശ്വാസിയാ. പക്ഷേ അവൻ എന്ത് ചെയ്തു? അവൻ ദൈവത്തെ അനുസരിക്കാതെ ഓടിയതിന്റെ ഫലമായി അവനെ ആരാണ് ഈ അനർത്ഥത്തിന് കാരണമെന്നറിയുവാൻ ഇവരെല്ലാം കൂടെ, കപ്പൽ ജീവനക്കാരെല്ലാം കൂടെ നറുക്കിട്ടു. നറുക്ക് ആർക്ക് വീണു? യോനയ്ക്ക് വീണു. അപ്പൊ ഇവൻ യോനയെ തപ്പി യോനയെ ചോദിച്ചു. യോനയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുക. 8-ാം വാക്യത്തിൽ നിങ്ങൾ ചോദിച്ചേ, എന്താ ചോദിച്ചേ? ഒന്നാമത്, നിന്റെ തൊഴിൽ എന്താണ്? നിന്റെ തൊഴിൽ എന്താണ് എന്ന് ചോദിച്ചു. പിന്നെ നീ എവിടത്തുകാരനാ? നീ എവിടെ നിന്നാ വരുന്നെന്ന് ചോദിച്ചു. പിന്നെ ചോദിക്കുക, നിന്റെ നാട് ഏതാ എന്ന് ചോദിക്കുക. പിന്നെ ചോദിച്ചത് എന്താ? നിന്റെ ജാതി. അവൻ ദൈവത്തിന്റെ പൈതലാണ് യോന, യഹോവയുടെ പ്രവാചകനാണ്. അവന് ചില ചുമതലകളുണ്ട് ഇസ്രായേൽ സഭയിൽ. പക്ഷെ അവൻ ദൈവത്തെ വിട്ടോടി. ഈ ഇസ്രായേൽ സഭയ്ക്കകത്ത് ചുമതലകൾ കൊടുത്തിട്ടുള്ളവൻ, ഈ ഇസ്രായേൽ സഭയ്ക്കകത്ത് ദൈവം ചില കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചവൻ ദൈവത്തെ വിട്ടോടി. അതിന്റെ പരിണിത ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ലോകം അവനെ ക്വസ്റ്റ്യൻ ചെയ്യുക. നീ എവിടുത്തുകാരനാണെന്ന് ചോദിക്കുക. നിന്റെ നാട് എവിടെയാ? നിന്റെ തൊഴിലെന്താ? നീ ഏത് ജാതിക്കാരനാ? അല്ല, നിന്റെ വിശ്വാസം എന്താ? അവൻ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ലോകം. നാം ഒരു കാര്യം പഠിച്ചുകൊള്ളണം. ദൈവം നമ്മെ ഒരു സ്ഥാനത്ത് നിർത്തിയെങ്കിൽ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ അവിടെ നിൽക്കണം. ഇല്ലെങ്കിൽ ലോകം നമ്മെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ ഇടയാക്കരുത്. നീ നിനക്കിതാകുമോ എന്ന് ചോദിക്കാൻ ഇടയാക്കരുത്. 2-ാമത്തെ യോനയുടെ ഓട്ടം 2-ാം അധ്യായത്തിലേക്ക് വരാം. 2:1-2 വായിച്ചു. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ യോന ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയ യോന, 2-ാമത്തെ യോനയുടെ ഓട്ടം, ഒന്ന് ദൈവത്തെ വിട്ടോടിയവൻ ഇപ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടുകയാ. നമുക്കൊരു മടങ്ങി വരാൻ ആവശ്യം. യോനയെ നോക്കൂ. യോന ദൈവസന്നിധിയെ വിട്ടോടി. ദൈവം അവനെ അടിച്ചു. ദൈവം അവനെ കപ്പലിൽ നിന്ന് അവനെ എടുത്ത് വെള്ളക്കടലിലിട്ടു. തിമിംഗലം വിഴുങ്ങി അവനെ നിനവയുടെ കരയിൽ കൊണ്ട് അവനെ ഒമിറ്റ് ചെയ്തു. അടി കിട്ടിയ പിന്നെയാണ് യോന ആരുടെ അടുക്കിലേക്ക് മടങ്ങി വന്നേ? യഹോവയുടെ അടുക്കിലേക്ക് വരുന്നേ. അവൻ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് അവൻ അയ്യം വിളിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. നമുക്കതിന് അവസരം കൊടുക്കരുത്. ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ നമുക്കിടയായിത്തീരണം. അതിന്റെ 7-8 വായിച്ച മക്കളെ. 7-8. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. നമ്മൾ വല്ലതും നേർന്നോ? നമ്മൾ നേർന്നു. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതെന്താ? കർത്താവേ, നീ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവും യജമാനനുമായിരിക്കും. നീയാണ് എൻ്റെ മാസ്റ്റർ, നീയാണ് എൻ്റെ യജമാനൻ. അങ്ങനെയാണോ? നമ്മൾ ആരെ ഫോളോ ചെയ്യുന്നു? ബുദ്ധനെ ഫോളോ ചെയ്യുന്നവർ ബുദ്ധനെ അനുസരിക്കും. ജൈനനെ ഫോളോ ചെയ്യുന്നവൻ ജൈനനെ അനുസരിക്കും. കാറൽ മാർക്സിനെ ഫോളോ ചെയ്താൽ അവനെ അനുസരിക്കും. യേശുവിനെ ഫോളോ ചെയ്യുന്നവൻ യേശുവിനെ അനുസരിക്കണം. അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ 9-ാം വാക്യത്തിന്റെ സി പാർട്ട് വായിച്ചേ. 9-ന്റെ സി പാർട്ട്. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ആ ഒരു ബോധ്യം അവന്റെ ഹൃദയത്തിൽ വന്നു. രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സംരക്ഷണം യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പരിപാലനം യഹോവയെങ്കിൽ നിന്ന് വരുന്നു. യഹോവയാണ് കരുതുന്നത്. അവന് പാതാളത്തിൽ കിടന്നവൻ എങ്ങോട്ട്? ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അവൻ ഉറക്കെ വിളിച്ചു. അവൻ ഒരു കാര്യവും, അവൻ രക്ഷ ദൈവത്തെങ്കിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കി അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി. രക്ഷ നമുക്ക് വേണം, അല്ലേ? രക്ഷ, ഇവനെ ഒരു കാര്യം മനസ്സിലായി. യോനയ്ക്ക് രക്ഷ എവിടുന്നാ വരുന്നേ? യഹോവയെങ്കിൽ നിന്നാ വരുന്നേ. പക്ഷെ യോനയ്ക്ക് രക്ഷ വേണം. പക്ഷെ നിനവേക്കാർക്ക് എന്ത് വേണ്ട? രക്ഷ കൊടുക്കുമോ യോന? കുടിക്കില്ല.
യോനയ്ക്ക് രക്ഷ വേണം. യോനയോട് പറഞ്ഞു നിനവയിൽ പോയി പ്രസംഗിക്കുക, അവർക്കും രക്ഷ വേണമെന്ന് പറഞ്ഞു. പക്ഷേ യോന പോയില്ല. നിനവയ്ക്ക് രക്ഷ കൊടുക്കുകയില്ല, യോനയ്ക്ക് രക്ഷ വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ആവരുത്. നാം രക്ഷിക്കപ്പെട്ടു. ആ രക്ഷ ആർക്ക് കൊടുക്കണം? നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക്, സമൂഹത്തിന്, നമ്മുടെ അയൽക്കാർക്ക്, എല്ലാവർക്കും കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, അല്ലേ? അവിടെ നിന്നുകൊണ്ട് അവന് ഒരു തീരുമാനമെടുത്തു, ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. അതിന് 10-ാം വാക്യം വായിച്ചേ. 10. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. സ്ട്രെയിറ്റ് ആയിട്ട് നിനവേലേക്ക് പോകേണ്ടവൻ അവൻ പോയി കപ്പലിൽ കയറി താഴേക്ക് ആത്മീയത്തിൽ ദൈവത്തെ വിട്ടോടിയതിൻ്റെ ഫലമാണ്. താഴേക്ക് പോയി കപ്പലിൽ പോയി കയറി അടിത്തട്ടി പോയി കിടന്നു. അപ്പോൾ കപ്പലിന് പ്രശ്നം, കപ്പലിലുള്ളവർക്ക് പ്രശ്നം. അവിടെ നിന്ന് അവനെ പൊക്കിയെടുത്ത് വെള്ളത്തിലിട്ടു, കടലിലിട്ടു. തിമിംഗലത്തിന് വരും, തിമിംഗലത്തിന് പ്രശ്നം. തിമിംഗലം അവസാനം കൊണ്ട് അവനെ എവിടെ ഇട്ടു? നിനവയുടെ തീരത്ത്. ദൈവം എങ്ങോട്ട് പോകാനാ പറഞ്ഞേ? നിനവേലേക്ക്, അല്ലേ? നമ്മൾ ദൈവത്തെ വിട്ട് ഓടിയാലും ദൈവത്തിൻ്റെ പദ്ധതി മാറ്റം വരികയില്ല. നമ്മളിപ്പോഴും ഓർത്തോ, നമുക്ക് ദൈവത്തെ വിട്ട് ഓടാനായിട്ട് കഴിയും, ദൈവസന്നിധി വിട്ട് നമുക്ക് ഓടാൻ കഴിയും. എങ്കിലും നാം ദൈവത്തെ വിട്ട് ഓടിയാലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കും. അതിന് ദൈവം പല വഴി സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞ് ഓടുവാൻ, ഇതിപ്പോൾ യോനയ്ക്ക് മനസ്സിലായി. യോന ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ടിടയായി. തീർച്ചയായിട്ടും അങ്ങനെ പറയാം. പഴയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം നോക്കിക്കോ, അവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം. ഉണ്ടെങ്കിൽ ആ നിമിഷം അവർ ദൈവസന്നിധിയിൽ മടങ്ങി വന്നു. അനുതാപത്തോടും കരച്ചിലോടും പ്രാർത്ഥനയോടും നിലവിളിയോടും കൂടെ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അപ്പം രണ്ടാമത്തെ ചിന്ത ഏതാണ്? യോനയുടെ രണ്ടാമത്തെ ഓട്ടം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് യോന ഓടി. മൂന്നാമത്തെ ഓട്ടം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം 2-3 വായിച്ചേ. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു. യോനയോട് ഇപ്പം നിനവയുടെ തീരത്ത് കൊണ്ടേട്ട മത്സ്യം കൊണ്ടേട്ട യോന എഴുന്നേറ്റ് വന്നു. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, രക്ഷ നിന്റെ അടുക്കൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ നിന്നെ വിട്ടോടിയെങ്കിലും ഞാനിപ്പോൾ നിന്റെ അടുക്കലേക്ക് മടങ്ങി ഓടുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നപ്പോൾ ദൈവം പറഞ്ഞു, യോനെ, നീ നിനവിലേക്ക് പുറപ്പെട്ട് ചെല്ലണം. അവിടെയുള്ള ജനങ്ങൾ മാനസാന്തരപ്പെടുവാൻ നീ അവരോട് പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കാനാണ് പറഞ്ഞേ? നിനവേക്ക് അനുകൂലമായിട്ടാണോ? എങ്ങനെ പ്രസംഗിക്കാനാണ് പുസ്തകത്തിൽ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നിനവ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. അപ്പം നിനവേക്കെതിരെ പ്രസംഗിച്ചു യോന. നിനവേക്കെതിരെ പ്രസംഗിച്ചു. നിങ്ങൾക്കറിയാമോ ഈ യോന പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ മതി, വീട്ടിൽ പോയി. യോന നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പോകാതിരുന്നതിന്റെ കാരണം അതാ. ദൈവം പറഞ്ഞത് നിനവേക്ക് എതിരായിട്ട് പോയി പ്രസംഗിക്കാനാ പറഞ്ഞു. നിനവേക്കെതിരായിട്ട് പ്രസംഗിച്ചാൽ നിനവേക്കാർ യോന എന്ത് ചെയ്യും? വിടുവോ? മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ മനുഷ്യർ എതിരായിത്തീരും. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ അവർ കല്ലെറിഞ്ഞത്. അതുകൊണ്ടാണ് യേശുവിനെ അവർ തള്ളി നഗരവാതിൽ നിന്ന് പുറത്തുകൊണ്ട് കളഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടം എതിര് പ്രസംഗിക്കുന്നതാണോ അനുകൂലം പ്രസംഗിക്കുന്നതാണോ? അനുകൂലം പ്രസംഗിക്കുന്നത്. പക്ഷെ ദൈവം എന്താ പറഞ്ഞേ? നിനവേക്ക് എതിരായിട്ട് ഉന്മൂലനാശം വരുത്തുമെന്ന് പ്രസംഗിക്കുവാനാ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കൂ, യോന പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പനയനുസരിച്ച് യോന 3-ാം അധ്യായത്തിൽ ദൈവത്തോട് കൂടെ ഓടുകയാണ്. 3-ാമത്തെ ഓട്ടം ദൈവത്തോടു കൂടെ ദൈവം പറഞ്ഞതനുസരിച്ച് ജനത്തിനു വേണ്ടി പ്രസംഗിക്കുവാൻ പോവുകയാണ്. അപ്പൊ 3-ാമത്തെ ഓട്ടം അതാണ്. ഏറ്റവും നല്ല യോനയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നമ്പർ 1 മാതൃക ഏതാണ്? ദൈവത്തോടു കൂടെ ഓടുക. ദൈവത്തോട്. 10-ാം വാക്യം വായിച്ചേ. 3:10. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് യഹോവ അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയതുമില്ല. അപ്പൊ എന്താണ് ഈ യോനയെന്ന് അവിടെ പ്രസംഗിച്ചത് സമയത്ത് അവിടെയുള്ള ജനങ്ങൾ, അവിടുത്തെ രാജാവ് മുതൽ
അവിടുത്തെ മനുഷ്യരെ, എല്ലാവരും മാത്രമല്ല, അവിടെയുള്ള മൃഗങ്ങൾക്ക് പോലും അവർക്ക് ആഹാരം കൊടുക്കാതെ അവർ ഉപവാസത്തിലും അവർ രുട്ടെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു. അവർ ദൈവത്തോട്, യഹോവയോട് അപേക്ഷിച്ചു. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് വിടുവിക്കണമെന്ന് അപേക്ഷിച്ചു. മനസ്സാന്തരത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോഴുള്ള പ്രതികരണം അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ തിരുത്തലുകൾ ആവശ്യമാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ മനോഭാവം അതായിരിക്കണം. അവിടെയുള്ള രാജാവ് മുതൽ സകല മനുഷ്യരും ഉപവാസം പ്രഖ്യാപിച്ചു. അവർ വിട്ടെടുത്തു, അവർ വെണ്ണീറിലിരുന്നു, അവർ അവിടെ ഉപവാസം പ്രസിദ്ധമാക്കി. ജലം പോലും, അവിടെ ഭക്ഷണവും അവർ വേണ്ടെന്ന് വെച്ച് അവർ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾ വായിച്ചാൽ മതി. 3-ാം അധ്യായം. ജനം മടങ്ങി വന്നു. ജനം മടങ്ങി വന്നപ്പോൾ യഹോവയായ ദൈവം അവരോട് ന്യായവിധി നടത്തിയില്ല. പിന്നെന്ത് ചെയ്തു? ക്ഷമിച്ചു. അവര് ദുർമാർഗം വിട്ടു. അവർ ദുർമാർഗം വിട്ടത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? യോന മനസ്സിലാക്കിയത് എങ്ങനെയാ? അവരുടെ പ്രവൃത്തി കണ്ടപ്പോൾ മനസ്സിലാക്കി. നമ്മുടെ പ്രവൃത്തി നാം ഒരു വിശ്വാസിയാണെന്ന് വെളിപ്പെടുത്തണം. നമ്മുടെ പ്രവൃത്തി നമ്മൾ ദൈവമക്കളാണെന്ന് ലോകം അറിയണം. നമ്മുടെ പ്രവൃത്തി കണ്ടാൽ നമ്മൾ ദുർമാർഗം വിട്ടു എന്ന് ലോകം അറിയണം, അല്ലേ? ഇവിടെ അവരുടെ പ്രവൃത്തി, അവർ ദുർമാർഗം വിട്ടു എന്ന് അറിയുവാനിടയായി. ഞാൻ ചോദിക്കട്ടെ, ഈ ഏത് പാതയിലാണ് നമ്മൾ? 1, ദൈവത്തെ വിട്ടോടുന്ന പാതയിലാണോ? 2, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ഓട്ടത്തിലാണോ? 3, ദൈവത്തോട് കൂടെ ഓടുന്നവരാണോ നമ്മൾ? ഒരു വിചിന്തനം ആവശ്യമാണ്. ആത്മീയ ജീവിതത്തിൽ കർത്താവേ, ഞാൻ ദൈവത്തെ വിട്ടോടുന്ന ഓട്ടത്തിലാണോ? ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഓട്ടത്തിലാണോ? മടങ്ങി ചെല്ലുന്ന ഓട്ടത്തിലാണോ? അതോ ഞാൻ ദൈവത്തോടു കൂടെ ഓടുകയാണ്? നമുക്കൊരു പരിശോധന ആവശ്യമാണ്. ദൈവത്തെ വിട്ടോടുന്നുവെങ്കിൽ മടങ്ങി വരണം. ആത്മീയ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തെ വിട്ട് എവിടെയെങ്കിലും ഓടിയെങ്കിൽ അവിടേക്ക് മടങ്ങി വരണം. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞോടണം. ഇനി അല്ല, നിങ്ങൾ ദൈവത്തോട് കൂടെ ഓടുന്നെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അബ്രാഹാം ദൈവത്തിന്റെ സ്നേഹിതൻ ആയിരുന്നു. ഇതിനെല്ലാം ബന്ധങ്ങളാണ്. ദൈവത്തോട് കൂടെ നടക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും തമ്മിൽ ഒന്നാകണം. ഒരുമിച്ചിരിക്കാനുള്ള ആഗ്രഹം ദൈവത്തിന്റെ ഇമ്മാനുവേലായി മനുഷ്യനോട് വസിക്കാനുള്ള ആഗ്രഹം. കർത്താവ് പറഞ്ഞു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ നിലനിൽക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തോടു കൂടെ വസിക്കുവാൻ, നടക്കുവാൻ, ഓടുവാൻ ഇടയായിട്ട്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്ത് ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവവുമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. യഹോവ യോനയോട് ചോദിക്കുക, എന്നാ ചോദിച്ചേ? എനിക്ക് അന്നേ അറിയാമായിരുന്നു നീ അവരോട് ക്ഷമിക്കുമെന്ന്. ഞാൻ അവിടെ പോയി പ്രസംഗിക്കും, പക്ഷെ നീ അവരോട് ക്ഷമിക്കും. ഞാൻ പ്രസംഗിക്കുമ്പം അവർ മാനസാന്തരപ്പെടുമ്പോൾ നിന്റെ സ്വഭാവം എനിക്കറിയാം, നീ എന്ത് ചെയ്യും? ക്ഷമിക്കും. അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞ്. എനിക്കപ്പോഴേ അറിയാമായിരുന്നു, ഞാനതുകൊണ്ടാണ് പോകാഞ്ഞെന്ന് പറഞ്ഞു. എന്താണ് യോനയുടെ 4-ാമത്തെ ഓട്ടം? ദൈവത്തിന്റെ മുൻപിൽ കയറി ഓടുകയാണ്. അങ്ങനെ ഓടുവാൻ പാടില്ല. വേദപുസ്തകം ആണ് അടിസ്ഥാനം. വേദപുസ്തകം എന്ന് പറയുന്നു, അതാണ് നമ്മുടെ പ്രമാണം. ക്രിസ്ത്യാനിറ്റിയുടെ പ്രമാണം ഇതെന്ത് പറയുന്നു അതാണ്. പക്ഷെ യോന പറയുക, ദൈവമേ, നീ ആ ജനത്തെ അവർ മാനസാന്തരപ്പെടുമ്പോൾ നീ അവരോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ ദീർഘക്ഷമയും കൃപയും മഹാദയമുള്ളവനാ, കരുണയുള്ളവനാ, നീ അത് ചെയ്യും അവരോട്. അതുകൊണ്ടാണ് ഞാൻ പോകാനേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ കയറി ഒരിക്കലും അത് സംഭവിക്കരുത്. ദൈവത്തിന്റെ മുൻപിൽ കയറി ഓടരുത്.
ഒരിക്കലും ഓടരുത്. ദൈവം പറയുന്നതാണ് സത്യം. നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. നമ്മുടെ നിരൂപണമല്ല യഹോവയുടെ നിരൂപണം. നമ്മുടെ തീരുമാനങ്ങളല്ല യഹോവയുടെ തീരുമാനം. ദൈവത്തിന്റെ മുൻപിൽ കയറി ഓടരുത്. 1-ാം വാക്യം വായിച്ചേ. യോനയ്ക്ക് അനിഷ്ടമായി. എന്താ അനിഷ്ടമായത്? ഈ രാജാവ് മാനസാന്തരപ്പെട്ടു, ജനങ്ങൾ നിങ്ങളൊക്കെ വീട്ടിൽ പോയി വായിച്ചാൽ ജനങ്ങൾ മാനസാന്തരപ്പെട്ടു. അവിടുത്തെ മൃഗങ്ങൾ പോലും ഉപവാസത്തിൽ ഏർപ്പെട്ടു. അവർ ദൈവത്തെങ്കിലേക്ക്, നിനവേക്കാർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നു. യോനയ്ക്ക് അതനിഷ്ടമായി. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം എന്താ? ഈ നിനവേക്കാർ മുഴുവൻ മാനസാന്തരപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതാ ദൈവത്തിന് മുൻപേ കയറി ഓടാനായിട്ട് പാടില്ല ഒരു വിശ്വാസം. പ്രത്യേകിച്ച് ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥാനങ്ങളിൽ നാം ദൈവത്തിന് മുമ്പിൽ കയറി ഓടാൻ ശ്രമിക്കരുത്. പ്രാർത്ഥനയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ. പ്രമാണത്തിനനുസരിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ. ദൈവത്തോട് ആലോചന ചോദിച്ചേ ഓരോ കാര്യങ്ങളും ഇടപെടാം. പിന്നീട് നിങ്ങൾ താഴോട്ട് പോയി വായിച്ചാൽ മതി. യോനയ്ക്ക് കാര്യങ്ങളൊക്കെ ദൈവം പഠിപ്പിക്കുന്നുണ്ട്. യോന ഒരു ചൂരച്ചെടിയുടെ ചോട്ടിൽ പോയി ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് യഹോവയായ ദൈവം എന്ത് ചെയ്തു? എന്തിനെ വിട്ടു? ഒരു പുഴുവിനെ വിട്ടു. പുഴു ഇങ്ങനെ ഒരു കുഞ്ഞു പുഴു, ഇത്രേ ഉള്ളൂ. അത് വന്നിട്ട് എന്ത് ചെയ്തു? ഈ ചെടി എന്ത് ചെയ്തു? ആവണക്ക് കുത്തി. അത് ഉണങ്ങിപ്പോയി. ദൈവം ചോദിച്ചു, യോനെ, എന്റെ കർത്താവേ, ഈ ആവണക്കിനോട് ചെയ്തത് എനിക്ക് ചെയ്യുവാൻ അധികാരമില്ലേ? നീ എന്നേക്കാൾ മുമ്പേ തീരുമാനമെടുക്കുകയാണോ? നീ എന്നെ പഠിപ്പിക്കുകയാണോ? ഈ ആവണക്കിനോട് ചെയ്തത് എനിക്ക് ജനത്തോട് ചെയ്യുവാൻ അധികാരമില്ലേ? നിന്നോട് ചെയ്യാൻ അധികാരമില്ലേ എന്ന് ചോദിക്കുക. ദൈവമാണ് പരമാധികാരി, ദൈവമാണ് സർവാധികാരി. അതുകൊണ്ടാണ് ഈ നമ്മൾ യിരെമ്യാ പ്രവചനം വായിക്കുന്ന ആ സമയത്ത് കുശവന്റെ അടുക്കലേക്ക് പ്രവാചകനെ വിടുക. യിരെമ്യാ പ്രവാചകനോട് കുശവന്റെ അടുക്കൽ പോകാൻ പറഞ്ഞു. ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയാ ആവണക്കിന്റെ അടുക്കൽ യോനയെ വിട്ടതുപോലെ കുശവന്റെ അടുക്കൽ പോയി നിന്നു യിരെമ്യാ പ്രവാചകൻ. കുശവൻ കളിമണ്ണെടുത്തു, അത് കുഴച്ചു, അത് ചക്രത്തിന്മേൽ വച്ചു. ചക്രം കറക്കി അവൻ വിരലുകൾ അതിന്മേൽ പിടിച്ചു. പക്ഷേ ആ പാത്രം ചീത്തയായിപ്പോയി. യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞു, നിന്ന് നോക്കടാന്ന് പറഞ്ഞു. യിരെമ്യാ പ്രവാചകൻ നിന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുശവൻ എന്ത് ചെയ്യാന്നറിയാമോ? പൊട്ടിയ പാത്രം വലിച്ചെറിഞ്ഞില്ല. അവൻ വീണ്ടും അതിൽ വെള്ളം തളിച്ചു, കുഴച്ചു, ചക്രത്തിന്മേൽ വെച്ചു, ചക്രം കറക്കി. അപ്പോൾ മനോഹരമായ ഒരു കറിപ്പാത്രമായി, കറിച്ചട്ടിയായി പുറത്തു വന്നു. കുശവൻ ഈ കളിമണ്ണിനോട് ചെയ്തതുപോലെ പ്രവാചക എനിക്ക് ഇസ്രായേലിനോട് ചെയ്തുകൂടായോ എന്ന് ചോദിച്ചു. പഠിപ്പിക്കുക. ചില കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കും. ഇവിടെ യോന ആവണക്ക്, അവന്റെ തണലായിരുന്ന ആവണക്ക് കുത്തിയിട്ട് ദൈവം ചോദിച്ചു, ഈ ആവണക്കിനോട് ചെയ്തത് എനിക്ക് ചെയ്തുകൂടായോ എന്ന് ചോദിച്ചു. 4 ഓട്ടമാണ്. നമ്മൾ ഏതൊക്കെ ഓട്ടമാ ചിന്തിച്ചേ? യോനയുടെ ഓട്ടം 1-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് യോന ദൈവത്തെ വിട്ട് ഓടി. 2-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുകയാണ് യോന ആ പ്രതിസന്ധി വന്നപ്പോൾ അവൻ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിഞ്ഞ് ഓടി. ഇതിലേതോട്ടമായ പാടില്ലാത്തത്? 3, അവൻ 3-ാം അധ്യായത്തിൽ അവൻ ദൈവത്തോട് കൂടെയാണ് പിന്നെ ഓടുന്നത്. നിനവേ കൂടെ ഓടുക, ദൈവത്തോട് കൂടെ. 4-ാമത് എന്താണ്? അവൻ ദൈവത്തിന് മുൻപിൽ കയറി ഓടി. ഇതിൽ പാടില്ലാത്തതാണ്, ഏറ്റവും പാടില്ലാത്തതും ഒരിക്കലും ചെയ്യരുതാത്തതുമായ ഒന്നാണ് 1ഉം 4ഉം. 1, ദൈവത്തെ വിട്ട് വിശ്വാസികൾ ഓടരുത്. 2, ദൈവത്തിന്റെ മുമ്പിൽ കയറി ഓടരുത്. പിന്നെ എങ്ങനെ ചെയ്യണം? ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടണം. 3, ദൈവത്തോട് കൂടെ ഓടണം. ദൈവം നമ്മെ സഹായിക്കട്ടെ.